ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 42ൻ്റെ റിവ്യൂ ആണ്. ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയ ഒരു നർമ്മത്തെക്കുറിച്ചിട്ട് പറയാം. കാരണം ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. ഈ അനുമോൾക്ക് കിട്ടാനുള്ളത് എങ്ങനെയാണെങ്കിലും കിട്ടും. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറന്നു പോയിരുന്നു അനുമോൾക്കിട്ട് കിട്ടുമല്ലോ അല്ലെങ്കിൽ കുട്ടിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ളത്. അനുമോൾക്കിട്ട് ഇന്നും കിട്ടി ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന്. അതേപോലെ തന്നെ ഷാനവാസിൻ്റെ ഒരു സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് അവസാനം അനീഷിനൊപ്പം മിത്രമായിട്ട് സുഹൃത്തായിട്ട് ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നതൊക്കെ. കഴിഞ്ഞ ആഴ്ചയൊക്കെ പണിഷ്മെൻറ്റ് കിട്ടിയ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളാണ് ഷാനവാസ്. കാരണം വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഉറപ്പായിട്ടും ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഷാനവാസിനെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം അത്ര നല്ലതാണല്ലോ ഭാഷ. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ കാണേണ്ട ഒരു സാമൂഹ്യ മുന്നേറ്റമുണ്ട്, ഒരു മാറ്റമുണ്ട്. ഈ സീസണിലെ ആണുങ്ങൾ പൊതുവെ ഇപ്പോൾ ആണുങ്ങൾ കുറേയൊക്കെ നന്നായി വരുന്നുണ്ട്. കാരണം അവരെന്ത് ഓപ്പൺ മൈൻഡഡ് ആണ്, എല്ലാം റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട്. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയില്ല, ഞങ്ങൾ തെറ്റുകൾ വരുത്തുന്ന ആളുകളാണ്, ഞങ്ങൾ അറ്റംപ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആരിനൊക്കെ ചില സമയത്ത് വെറുപ്പിക്കലാണെന്നുണ്ടെങ്കിലും ആ ഒരു ജിസയിലുമായിട്ടുള്ള ബോണ്ട് അതൊക്കെ ഓപ്പണായിട്ട് പറയുന്ന അവരുടെ ഒരു നിലപാടുകൾക്കൊക്കെ എന്തൊരു പവറുണ്ട്. അതേപോലെ തന്നെ ഒനിയിൽ, ഈവൻ അഭിലാഷ്, ഷാനവാസ് വളരെ റിഗ്രസീവായിട്ടുള്ള ചില ആശയങ്ങളുമായി വന്ന വ്യക്തിയാണ്. എന്നാലും അയാൾ ഓപ്പണാണ്. അയാൾ ആദിലെയും നൂറയൊക്കെ കേൾക്കാൻ ഓപ്പണാണ്. അതേപോലെ തന്നെ അവരെ മാറ്റി നിർത്തുന്നില്ല. അയാൾക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരുന്ന കാര്യമൊക്കെ അയാൾ പറയുന്നു, അത് തെറ്റായിട്ട് തിരുത്താൻ റെഡിയാണ്. അക്ബർ, എന്തൊരു മാറ്റമാണ്. എല്ലാം നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് മാറാൻ റെഡി ആയിട്ടുള്ള ഒരു കൂട്ടം ആണുങ്ങൾ. എന്നാൽ സ്ത്രീകളെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ സീസണിലെ ഇതുപോലെ വെറുപ്പിക്കുന്ന സ്ത്രീകളൊന്നും മാറാനായിട്ട് റെഡി ആയിട്ടുള്ള ആളുകളല്ല. ഒരു തരത്തിലുള്ള മാറ്റവും ആഗ്രഹിക്കാത്ത, അതൊക്കെ ഒരു ഗെയിമായിട്ട് കളിക്കുന്ന, മനുഷ്യത്വത്തെക്കുറിച്ചിട്ടും മനസാക്ഷിയെക്കുറിച്ചിട്ടൊന്നും യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. ഈ ലക്ഷ്മിയെക്കുറിച്ചിട്ടും മസ്താനിയെക്കുറിച്ചിട്ടും പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അത്ര വിഷവിധികൾ തന്നെ രണ്ടെണ്ണം. ഒരു മനുഷ്യനെ ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മൈൻഡ്. ഈ കുട്ടികളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരൊരു കാർഡായിട്ട് എടുത്തിടുകയാണ്. കുട്ടികൾ കാണും, കുട്ടികൾ നിങ്ങളെ കണ്ടാലും പ്രശ്നമാക്കും. കാരണം നമുക്കൊരു ഭരണഘടനയൊക്കെ ഉണ്ട്. ആ ഒരു ഭരണഘടനയിൽ കുറേയധികം ആർട്ടിക്കിൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ അനുവദിക്കുന്ന ഒരു കാര്യമല്ല. സ്വന്തം അമ്മ ഒരു ചാനലിൽ പോയിട്ട് ഒരു മനുഷ്യനെ, ഒരു പൗരനെ, ഒരു ഇന്ത്യൻ പൗരനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ അവരെ ഇങ്ങനെ മാറ്റി നിർത്തും, അവരെ അടുപ്പിക്കരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന അവരുടെ അവസ്ഥയൊക്കെയാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരവസ്ഥ. ഇപ്പോൾ ഈ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ശരിക്കും പറഞ്ഞാൽ നാണം കെട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇറങ്ങിപ്പോക്കോ എന്നൊരു 100 തവണ ലാലേട്ടൻ പറഞ്ഞു. വേണമെങ്കിൽ പോയിക്കോ, എന്തിനിവിടെ നിൽക്കുന്നു, എന്തിനു വന്നു എന്ന് പല ആളുകളും ചോദിക്കുന്നു. നാണം കെട്ട് അവിടെ നിൽക്കുകയാണ്. ഇറങ്ങിപ്പോകണം. മസ്താനി നാണം കൊണ്ട് ഇറങ്ങിപ്പോകണം. അവിടെ വെച്ച് പ്ലേറ്റ് മാറ്റി, അയ്യോ അങ്ങനെയല്ല, ഞാൻ അതിനെയല്ല ഉദ്ദേശിച്ചത്, ഇതിനെയാണ് ഉദ്ദേശിച്ചത്. ഈവൻ ലക്ഷ്മി പോലും പറയുന്നത് എന്താണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്, പക്ഷെ നോർമലൈസ് ചെയ്യാനായിട്ട് റെഡിയല്ല. നിങ്ങളുടെ അക്സെപ്റ്റൻസും നിങ്ങളുടെ നോർമലൈസേഷൻസും ഒന്നും ആരും ഇവിടെ ചോദിച്ചില്ല. ഇവിടെ നമുക്ക് എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളാണുള്ളത്. അവർ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഈ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടല്ലോ, ഞങ്ങൾ ഇവിടുത്തെ വലിയ ആളുകളാണ്, ഞങ്ങൾ ആണ് പെണ്ണ്, ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്ന സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നിട്ടാണ് എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നത്. അതേപോലെ ലക്ഷ്മിയൊക്കെ എങ്ങനെയാണ് ഹൗസിൽ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുക? കാരണം അതിനൊക്കെ കുറേ നിയമപ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആളുകൾ ഇപ്പോൾ തന്നെ പലയിടങ്ങളിൽ നിന്ന് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. കാരണം അവർ നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്, ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വിരുദ്ധമായിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെയാണ് അവിടെ ഇറക്കുന്നത്. നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക കൊടുക്കാൻ വേണ്ടി പോയ അമ്മയാണല്ലോ. അങ്ങനെയുള്ള കുറേ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രതിചേർക്കപ്പെട്ട ആളെ പോലീസിന് കാണണ്ടേ, അല്ലെങ്കിൽ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഇല്ലേ? എനിക്ക് തോന്നുന്നത് ലക്ഷ്മിയൊക്കെ പുറത്താക്കുമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ പരാതികളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ഇനി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ, സാധാരണയായിട്ട് നമ്മൾ വീക്കെൻഡ് എപ്പിസോഡുകളിൽ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചിട്ട് പറയുകയുണ്ടായി. ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച നമ്മളോട് പറഞ്ഞതുപോലെ സർക്കസ് കൂടാരമായും ഫാക്ടറി ആയിട്ടുമൊക്കെ ഹൗസ് മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അഖിൽ മാരാർ വന്നു, പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതേപോലെ തന്നെ ടാസ്ക് ലെറ്റർ വായിച്ചു. അപ്പോൾ അഖിലാണ് ഈ നൂതില ചെരുപ്പ് കമ്പനി എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ ഇന്നലെ ഹൗസിൽ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചിട്ട് കാണിക്കുകയുണ്ടായി. അതിൽ ലക്ഷ്മി ഒനിലിനോട് സോറി പറയാനായിട്ട് ശ്രമിക്കുന്ന ചില രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. മസ്താനി കാലുവാരിയായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ലക്ഷ്മി ആ ഒരു കേസിൽ ഡേഞ്ചർ സോണിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ആ ഒരു സോറി ഒന്നും ഒനിൽ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഒനിലിന് അത്രത്തോളം ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ആരോപണം കേട്ട സമയത്ത്. അത് പുള്ളിയെ നല്ല രീതിയിൽ പിടിച്ചു ഉലച്ചു എന്നുള്ളത് നമ്മൾ കൺഫെഷൻ റൂമിലെ ഒരു കരച്ചിലടക്കം കണ്ടതാണ്. 42 വയസ്സ് വരെ
വളരെ മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിച്ച ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത എല്ലാ സ്ത്രീകൾക്കും വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഒനിലിനെ കുറിച്ചിട്ട് അങ്ങനെ കേട്ടപ്പോൾ ഒനിലിന് വലിയ വിഷമമായി. ഒനിൽ അതിവൈകാരികമായിട്ട് 2 ഇംഗ്ലീഷ് ഡയലോഗ് അങ്ങ് പറഞ്ഞു. ആ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് കേട്ടപ്പോഴത്തേന് എനിക്കങ്ങ് വല്ലാത്ത സന്തോഷമൊക്കെ ആയി. എന്ത് രസമുള്ള ഇംഗ്ലീഷ് ഡയലോഗായിരുന്നു. അതിനകത്തെ വാക്കുകളും സെൻറ്റൻസിൻ്റെ ഒന്നും ഒരു മറ്റേ ശശി തരൂരിസം അല്ല ഞാൻ എടുത്തു പറയുന്നത്. അതിൻ്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി അതിന് നല്ല പവർ ഉണ്ടായിരുന്നു. ആ ഒരു പവറും കൂടെ കണ്ടപ്പോഴത്തേന് ലക്ഷ്മിയുടെ ഉള്ള പവർ പോയിട്ടുണ്ടാവും. ലക്ഷ്മി ആ ഒരു പ്രശ്നം ഉദ്ദേശിച്ചിട്ടാണ് ആക്ച്വലി ഇരുന്നത്. ഈ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് മാറും എന്നുള്ളതിനെ കുറിച്ചിട്ട് അവരത്ര വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹൗസിലുള്ള ആരും അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. വലിയൊരു പ്രശ്നമാക്കാൻ പറ്റിയ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ആരും അതങ്ങ് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ലാലേട്ടൻ ഉണ്ടായിരുന്നത് അവരാരും പ്രതികരിച്ചില്ല എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു. അത് അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പല ആളുകളും അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. ഈ ആഴ്ച നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാണിച്ച സമയത്ത് അതിൽ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് എടുത്ത് കാണിച്ചിരുന്നു. അതേപോലെ തന്നെ ബിന്നിയുടെ ഒരു ഗെയിമിനെ ചെറിയ രീതിയിൽ ഒന്ന് കാണിച്ചിരുന്നു. ബിന്നി ജിസേലിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതും കിച്ചണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് എടുത്ത് മനസ്സിലാവുന്ന രീതിയിലേക്ക് ബിന്നി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് പറ്റി. അതേപോലെ തന്നെ ലക്ഷ്മി ആൻഡ് മസ്താനി മറ്റേ ഒനിലിനെതിരെ നടത്തിയ ആരോപണത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു പാർട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി ആ ഒരു കാര്യത്തിലും സോറി പറയാനായിട്ടോ ആത്മാർത്ഥമായിട്ട് തനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാനായിട്ടോ റെഡിയല്ല. അപ്പോൾ അവർ പറയുന്നത് മസ്താനി ക്ലീൻ ചിറ്റ് കൊടുത്താലും ഞാൻ കൊടുക്കില്ല എന്നൊക്കെ ഉള്ളതാണ്. അവരെന്ത് അടിസ്ഥാനത്തിലാണത് പറയുന്നത്? എന്ത് നിസ്സാരമായിട്ടാണ് ഒരാൾക്കെതിരെ വലിയ ഒഫൻസുകളൊക്കെ ആരോപിക്കുന്നത്? എന്നാൽ ഇവർ കമ്മിറ്റ് ചെയ്യുന്ന ഒഫൻസുകളൊക്കെ എത്രത്തോളം ഗ്രാവിറ്റി ഉള്ളതാണ്? പിന്നെ ഹൗസിൽ താറുമാറായിട്ടുള്ള റേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ട് ഉള്ള ഒരു വിഷ്വൽ നമ്മൾ കണ്ടിരുന്നു. എല്ലാ ആൾക്കാരും അവരവർക്ക് വേണ്ടത് കാട്ടും മോട്ടിച്ച് തിന്നുന്ന ഒരു സമസ്ത സുന്ദര ഹൗസാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് വരുന്നത്. അതിൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻസെക്യൂറാണ്. അവരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. ഇതിപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ സെൻസിറ്റീവ്നെസ് ആണ്. അതുകൊണ്ട് പച്ചക്കറി അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അവർക്ക് അതിനകത്തൊരു തൃപ്തിയുള്ളൂ. ഇപ്പോൾ മേക്കപ്പ് കിട്ടിയിട്ട് പോലും പല ആളുകളും പച്ചക്കറി പല ആവശ്യങ്ങൾക്കായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നെവിനാണെന്നുണ്ടെങ്കിൽ തിന്നു മുടിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ്. പുള്ളി തിന്നാൻ വേണ്ടി ജീവിക്കുകയാണെന്നുള്ളത് പുള്ളി തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ജയിലിൽ പോകാനായിട്ട് പുള്ളി റെഡിയാണ്. കാരണം അവിടുത്തെ മെനുവിൽ പുള്ളി വല്ലാതെ എക്സൈറ്റഡ് ആണ്. കാരണം അവിടെ കഞ്ഞിയും പയറും ഒക്കെ കിട്ടുമല്ലോ. അപ്പം കണക്കും കേൾക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ജയിലിൽ പോകുന്നതാണ് നല്ലത്. ജയിലിൽ പോയി കഞ്ഞിയും പയറും ഒക്കെ അടിച്ച് കിടക്കുക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കറി എക്സ്ട്രാ എടുക്കാൻ പ്രശ്നം. മറ്റേത് ബോളിനകത്താക്കി കൊണ്ടുവരുമല്ലേ. ശരിക്കും നമ്മുടെ നാട്ടിലെ ജയിലിൻ്റെ അതേ സിസ്റ്റം തന്നെ. പിന്നെ ഇപ്പം അതുപോലെ അനുമുള്ള പ്ലാസ്റ്റിക് കണ്ടന്റ് എല്ലാ ആൾക്കാരുടെയും പാവ എടുത്തിട്ട് എല്ലാവർക്കും പാവകളൊക്കെ ഉണ്ടല്ലോ. ഒനിലിനൊക്കെ നല്ല പാവകളുണ്ടല്ലോ. എല്ലാവരും എടുത്തിട്ട് ഒരാഴ്ച പാവകൾ കളിക്കട്ടെ. എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവട്ടെ. പ്ലാച്ചി അതിവൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പ്ലാച്ചിയുടെ കാര്യം അവിടെ പറയുന്നത്. അപ്പം ജിഷിൻ്റെ ഒരു കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്ലാച്ചി എവിടെ രാത്രിയല്ലേ ഉറക്കത്തിൽ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും എന്നൊക്കെ വളരെ നിസ്സാരമായിട്ട് ആ സിറ്റുവേഷനിൽ പറഞ്ഞത് രസമുണ്ടായിരുന്നു. ഈ പ്ലാച്ചിയെ വെച്ചിട്ട് അതിനും അത്യാവശ്യം മാനേജ് ചെയ്തു. പ്ലാച്ചിയുടെ ഗെയിമിൽ വീണ ഒരാളാണ് നമ്മുടെ അപ്പാനി ശരത്ത്. ശരിക്കും പ്ലാച്ചി വന്നപ്പോഴത്തേനാണ് അപ്പാനിക്ക് പണി കിട്ടിയത്. അത് മറ്റേ കൂടോത്രം വൈബിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പാനി ആ ഒരു സമയത്ത് പ്ലാച്ചിയുടെ പുറകെ നടന്ന് പ്ലാച്ചി ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിയ സമയത്താണ് ഈ ബുള്ളി ആയതും അല്ലെങ്കിൽ ഈ അനിമോളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള തോന്നലായതും മോശ സംസാര ഭാഷയെക്കുറിച്ചിട്ട് ആളുകൾ മനസ്സിലാക്കിയതൊക്കെ. പിന്നെ അനിമോൾ അതിവൈകാരികമായിട്ട് പറയുന്ന ഒരു നാടകീയ ഡയലോഗുണ്ട്. നിങ്ങളെല്ലാവരെയും പേടിച്ചിട്ടാണ് ഞാൻ പ്ലാച്ചിയെ ഒളിപ്പിച്ച് വെക്കുന്നത്. എന്ത് സ്റ്റേറ്റ്മെൻറ്റാണത്? പാവയ്ക്ക് പോലും ഇവിടെ രക്ഷയില്ല എന്നുള്ളതാണോ പറഞ്ഞു വയ്ക്കുന്നത്? ഈ സീസണിലെ ആണുങ്ങളൊക്കെ എന്തോരം ആരോപണങ്ങളാണ് ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകളെയാണ് നമുക്ക് പേടിക്കേണ്ടത്. പേടിയായി പോകുന്നേ. നിങ്ങൾ ഏതെങ്കിലും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ ഇത്രയധികം പുരുഷാനുകൂലമായിട്ടുള്ള കണ്ടൻറ്റുകൾ ആളുകൾ ചെയ്യുന്നത്? പേടിയാ. അത്രയധികം ആരോപണങ്ങളൊക്കെയാണ് വെറുതെ എടുത്ത് ആണുങ്ങളെ തട്ടിക്കളിക്കുന്നത്. അമാതിരി ഒരു സീസൺ. അപ്പം അതുപോലെ ലാലേട്ടൻ നമസ്കാരമൊന്നും ആളുകളോട് പറഞ്ഞില്ല. ഏതായാലും ആദ്യം ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിച്ച ആൾ ആരാന്നറിയാമല്ലോ, നൂറ. അപ്പം നൂറയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നു, അവർക്ക് മനസ്സിലായായിരുന്നോ ഈ സൂപ്പർ പവേഴ്സൊക്കെ പോകുമെന്നുള്ള കാര്യം? അവർക്ക് അവസാനം മനസ്സിലായി എന്നുള്ള രീതിയിലാണ്. അക്ബർ അത് മനസ്സിലാക്കിയിരുന്നു. എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ ഈ ക്വാളിറ്റിയിലല്ല ക്വാണ്ടിറ്റിയിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലായെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അതിലും അവരുടെ ഒരു ഗെയിം എക്സിക്യൂഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. അക്ബറിൻ്റെയൊക്കെ ഒരു ഗെയിം അത് ഇന്ന് ലാലേട്ടൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം ആ ഒരു ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഒനിയിൽ, അതേപോലെ തന്നെ അക്ബർ, ലക്ഷ്മിയൊക്കെ ആയിരുന്നു. അവരിങ്ങനെ ഇരുത്തി ചിന്തിച്ച് എന്തവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിരുന്നു. പിന്നെ ജിഷിൻ ആ ഒരു കൊടുത്ത ടാസ്ക് മനോഹരമായിട്ട് ചെയ്തു. ഷാനവാസിനെ നമുക്കറിയാം, അയാൾ നല്ല ഒരു സൈസൊക്കെ ഉള്ള ഒരു ശുദ്ധനാണ്.
അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വലിയ പ്ലാനും പദ്ധതിയൊന്നുമില്ല. എന്താണോ മൈൻഡിൽ വന്നത് അതങ്ങ് പറയും. അതേപോലെ തന്നെ പുള്ളിക്കാരൻ നമ്മുടെയൊക്കെ ചില കൂട്ടുകാരില്ലേ ഭയങ്കര മാസമായിട്ട് നടക്കും, ഭയങ്കര പ്ലാനാണ് പദ്ധതിയാണെന്നൊക്കെ പറയും. ആക്ച്വലി മണ്ടത്തരമായിരിക്കും കയ്യിലുണ്ടാവുക. അപ്പോൾ പുള്ളി ഇങ്ങനെ അനീഷിൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞും അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കിൻ്റെ ഇടയിലേക്ക് കയറി ചെന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഈ പ്ലാച്ചയെ കാണാതെ പോയ സമയത്ത് ഷാനവാസ് അങ്ങോട്ടേക്ക് എന്താന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് അനു ആട്ടി വിട്ടത് കണ്ടില്ലേ. അപ്പോൾ ഷാനവാസിൻ്റെ ഒറിജിനൽ സ്വഭാവം പുറത്തേക്ക് വന്നു. ഷാനവാസിനെ പ്രതികരിക്കേണ്ട ഷാനവാസ് തിരിച്ചു വന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു മച്ചാനാണ് ശരിക്കും ഷാനവാസ്. ഷാനവാസിന് അതുകൊണ്ട് കുറച്ച് കോയിൻസൊക്കെ കിട്ടി. എന്നാൽ ആ ഒരു കോയിൻസ് ഉപകാരപ്പെട്ടോ? അതുമില്ല. പിന്നെ ആദിലേക്ക് കിട്ടിയ കോയിന്, ഷാനവാസിന് കിട്ടിയ കോയിനൊന്നും പണിപ്പുര ടാസ്കിലേക്ക് ഉപകാരപ്പെട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ടാസ്കിൻ്റെ അവസാന ഭാഗത്തെ ഇവരുടെ കോർഡിനേഷന്, തൊഴിലാളികളുടെ കോർഡിനേഷൻ എക്സലൻ്റ് ആയിരുന്നു. കാരണം നൂറയ്ക്ക് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. എന്നാൽ വളരെ കൃത്യമായിട്ട് പരിപാടി അലമ്പാക്കുകയും ചെയ്തു. അതിന് ബിഗ് ബോസിൻ്റെ ഒരു സഹായം എടുത്ത് പറയേണ്ടതാണ്. ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തിയതുകൊണ്ട് കുറേ അധികം ആളുകൾ അകത്തേക്ക് വന്നു. എല്ലാ ആളുകളും ചെരുപ്പൊക്കെ എടുത്തു. നിവിൻ പിന്നെ എല്ലാം അടിച്ചു മാറ്റുന്ന മൂഡായതുകൊണ്ട് തന്നെ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്ന് പറഞ്ഞതുപോലെ, മസ്താനി പറഞ്ഞതുപോലെ ഈ സാധനങ്ങളൊക്കെ നിവിൻ്റെ കൊടുത്തു വിടാനായിട്ട് പറ്റി. ലക്ഷ്മിയെക്കുറിച്ചിട്ടും ലക്ഷ്മിയുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ട്. ലക്ഷ്മിയും ആ ഒരു ഗെയിമിനെ മനസ്സിലാക്കി തന്നെ കളിച്ച ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ നൂറയും അക്ബറും ഒക്കെ ഗെയിം കളിക്കുന്ന സമയത്ത് പരിക്കൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ ഒരു കത്തിയൊക്കെ പിടിച്ച് വലിക്കുന്ന സമയത്താണ് പരിക്കൊക്കെ ഉണ്ടായത്. അപ്പം അങ്ങനെ അത് കളിക്കരുത് എന്നുള്ളൊരു സ്നേഹോപദേശം ഉണ്ടായിരുന്നു. പിന്നെ സർക്കസ്, എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും അതേപോലെ തന്നെ ഹൗസിലുള്ള ആളുകളും ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഇവരുടെ ആ ഒരു സർക്കസ് ആയിരുന്നു. അപ്പം നല്ലൊരു നായയായിരുന്നു ആര്യൻ എന്നുള്ളത് ശരിക്കും ആര്യൻ തന്നെ ഇന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. കറക്റ്റ് പട്ടിയായിരുന്നു എന്നുള്ളതാണ് ആര്യൻ പറയുന്നത്. ശരിക്കും അതായിരുന്നു. അത്ര ആത്മാർത്ഥമായിട്ട് ആര്യൻ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നായയുടെ മാൻഡ്രസൊക്കെ എടുത്തത് ആര്യനാണ്. ബാക്കിയുള്ള ആളുകൾ അവരെങ്ങനെ അതായിട്ട് മാറുന്നു എന്നുള്ളതാണ് കാണിച്ചത്. പക്ഷേ ആര്യൻ അസൽ പട്ടിയായിട്ട് തന്നെ മാറി. ഇപ്പോൾ അനുമോൾ ആടായാൽ എങ്ങനെ ഇരിക്കും, റെന ആനയായാൽ എങ്ങനെ ഇരിക്കും, ജിസേൽ സിംഹമായാൽ എങ്ങനെ ഇരിക്കും, ജിസേൽ അങ്ങനെയൊക്കെയാണ് അവർ കളിച്ചത്. പക്ഷേ ആര്യൻ അസൽ നായ. ഏതായാലും ഇവിടെ കോയിൻ തരാത്തതുകൊണ്ട് ലക്ഷറി സാധനങ്ങളൊന്നും ഇവർക്ക് കൊടുക്കേണ്ട എന്നുള്ളത് ആര്യൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചോദിക്കുകയുണ്ടായി. അതിൽ ആര്യൻ പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് കുറച്ചൊക്കെ അക്സെപ്റ്റബിൾ ആണ്. കാരണം കോയിൻ കൊടുക്കാതിരിക്കുന്നത് എന്തിനാണ്? എന്തോ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. അതിലൊരു റിസ്ക് അവരെടുക്കുന്നുണ്ട്. അപ്പോൾ റിസ്ക് എടുത്തിട്ടാണ് ബാക്കിയുള്ള ആളുകൾ കോയിൻ കൊടുത്തതും അത് പണിപ്പുരയിലേക്ക് ഉപകാരപ്പെട്ടതും. അപ്പോൾ അവരുടെ അഡ്വാൻറ്റേജ് എന്തിനാണ് ഇവർക്ക് ഷെയർ ചെയ്യുന്നത്? ഇവർ ആ ഒരു കോയിൻ കയ്യിൽ വെച്ചിട്ട് അഡ്വാൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ ഷെയർ ചെയ്യുമോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. പിന്നെ റെനയുടെ ആനക്കുട്ടി എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെന പറഞ്ഞു ആനയും ആടും തമ്മിലുള്ളൊരു ക്രോസ്. കേട്ടിട്ട് അങ്ങോട്ട് പേടിയായിപ്പോയി. ആന ആടും തമ്മിലുള്ളൊരു ക്രോസ്. ലാലേട്ടൻ പേടിച്ചു എന്ന് എനിക്ക് മുഖത്ത് നിന്ന് നല്ല രീതിയിൽ മനസ്സിലായി. പിന്നെ ആദില, നൂറ എന്നിവരുടെ ഒരു പിണക്കത്തെക്കുറിച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് സംസാരിക്കുകയുണ്ടായി. പങ്കാളികൾക്കിടയിൽ അങ്ങനെയുള്ള പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണല്ലോ. ആ ഒരു പിണക്കം അവരുടെ പിണക്കമായതുകൊണ്ടാണ് നമുക്കത് ചോദിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് പോലും വന്നത്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേന് അതുപോലെ നമ്മൾ ചോദിക്കാത്തൊരവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പിണങ്ങോ, അവരിണങ്ങോ, അവരെങ്ങനെ ഗെയിം കളിക്കും എന്നുള്ളൊരു ആകുലത എല്ലാ ആളുകൾക്കും ഉണ്ട്. ഞാനും ആലോചിക്കും ഇവരെങ്ങനെ ഗെയിം കളിക്കും ഈ പങ്കാളികളൊക്കെ ആയിട്ട്. അതൊക്കെ നമ്മൾ ഈ പുതുതായിട്ട് ചില കാര്യങ്ങൾ കാണുന്നതുകൊണ്ടാണ്. പക്ഷേ നമുക്കതിൽ കൗതുകമാണ്. ദേഷ്യം വരരുത്. ദേഷ്യം വരേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് ദേഷ്യം വരുന്നത്? അത് അവരുടെ ലൈഫല്ലേ. കൗതുകം ആവാം, എല്ലാത്തിലും കൗതുകം ഉണ്ടാവുന്നത് കുഴപ്പമൊന്നുമില്ല. ഈ കൗതുകങ്ങളൊക്കെ നമ്മളുടെ വ്യക്തി എന്ന് പറയുന്ന പരിധിയിൽ നിൽക്കണം. ബാക്കിയുള്ള ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി അതിൽ ജഡ്ജ്മെൻറ്റുകൾ ഇറക്കിയിട്ടാവരുത്. ഇങ്ങനെ നൈസായിട്ട് മറ്റേ അക്ബർ ലക്ഷ്മി വഴക്കിലേക്ക് സംഭവങ്ങൾ എത്തുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ആദില, നൂറ എന്നിവർക്കെതിരെ ലക്ഷ്മി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടത്. അപ്പോൾ അതിൽ ഈ ലക്ഷ്മി ജോലി ചെയ്യുന്ന സമയത്ത് അക്ബർ, തൊഴിലാളി യൂണിയൻ ലീഡർ, അത് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു ലക്ഷ്മിയുടെ ആരോപണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വഴക്കാണ്. അപ്പോൾ അക്ബർ പറയുന്നത് എന്താണ്? ഞാൻ നിൻ്റെ കയ്യിൽ പിടിച്ചോ, ഞാൻ നിൻ്റെ മടിയിലിരുന്നോ, അതൊക്കെ ആ ഒരു വഴക്കിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് വരുന്ന ഭാഷയായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ലക്ഷ്മി അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂഡ് താങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ ബാലൻസായി പോകുന്നുണ്ട്. ഈ ലക്ഷ്മിയൊക്കെ ഒരു അസൽ മൊയന്താണ്, മറ്റേ ഇൻസൽ മൊയന്താണ്. ഫ്രസ്ട്രേഷൻ, നിരാശ, ജീവിതത്തിൽ എന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ ആണുങ്ങളായിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ചില മോശം അനുഭവങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളോടും ദേഷ്യം, എല്ലാ പങ്കാളികളോടും ദേഷ്യം. അവർ ആ ഒരു ഫ്രസ്ട്രേഷൻ വെച്ചിട്ട് തന്നെയാണ് ഈ ഗെയിം കളിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അത്ര ഹെയ്റ്റ് ഉണ്ട് അവരുടെ ഓരോ ഇടപെടലുകളിലും. അവരങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ബാക്കിയുള്ള ആളുകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളത്. ആക്ച്വലി അങ്ങനെയല്ല. അവർ തന്നെയാണ് എരിഞ്ഞ് ഇല്ലാണ്ടായി മാറുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെയാണ്. നിരാശ അവരെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഹെയ്റ്റ് ബാക്കിയുള്ള ആളുകളുടെ അടുത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ബാക്കിയുള്ള ആളുകളുടെ ചുറ്റിനും ആളുകൾ ഇങ്ങനെ കൂടി ചേർത്ത് നിർത്തും. ഇവർ ഒറ്റപ്പെടുകയല്ലേ. അവരുടെ ഒരു ഭാഗം ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത്രയധികം ആളുകൾക്കിടയിൽ ഒറ്റപ്പെട്ട് മോശക്കാരിയായിട്ട് ഓടുപെണ്ണായിട്ട് നിൽക്കുകയാണ്
ഈ ഒരു കാലഘട്ടത്തിന് യോജിക്കാത്ത ഒരാളാണ്. നാണമുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ലോകം കണ്ടിട്ടുണ്ടോ, മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് ലാലേട്ടനൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരുടെ ഒരു വേദന എന്തായിരിക്കും? ലാലേട്ടൻ കലിപ്പായിട്ട് ചോദിക്കുകയാണ്, ആരെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലാത്തവർ എന്ന് ലക്ഷ്മി പറഞ്ഞത്? നിൻ്റെയൊക്കെ വീട്ടിൽ കയറ്റത്തില്ലാത്തവർ എന്നൊക്കെ ചില ആളുകളെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. അവർ ജോലി ചെയ്യാതെ ജീവിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. നിങ്ങൾ ജോലി ചെയ്തിട്ടാണോ ജീവിക്കുന്നത്? അവരും ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. വിപ്രോയിലൊക്കെ ജോലിയുള്ള കുട്ടികളാണ്. അപ്പോൾ ആ ഒരു ആൾക്കാരെ കുറിച്ചിട്ടാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ട് ഇങ്ങനെ ഷെയ്മിങ് നടത്തുന്നത്. അവരവരുടെ ലൈഫ് ജീവിക്കുകയാണ്, ആരെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഹെട്രോസെക്ഷൽസ് ആയിട്ടുള്ള ചില ആളുകൾ, അവർ ഹെട്രോസെക്ഷൽ ആയതുകൊണ്ട് ജന്മം കൊടുത്തിട്ടുള്ള ചില കുരുപ്പ് സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ശല്യം പോലും ശരിക്കും പറഞ്ഞാൽ ഹോമോസെക്ഷൽസിൽ പല ആളുകളെയും കൊണ്ട് നമുക്കില്ല. അവർ അഡോപ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്, അവർ ബാക്കിയുള്ള ആളുകളെ ചേർത്ത് നിർത്താനായിട്ട് റെഡിയാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പെറ്റുകൂട്ടി ചില ആളുകളെ ഇങ്ങനെ റോബോട്ടുകളെ ഉണ്ടാക്കി ബാക്കിയുള്ള ആളുകളുടെ നാശത്തിന് വേണ്ടി വിടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി പറയുന്നത് ഈ ലെസ്ബിയൻ കപ്പിൾ റിലേഷൻഷിപ്പ് ഒന്നും എനിക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കണ്ടസ്റ്റൻസിൽ ചില ആളുകൾ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്, തൻ്റെ കുട്ടി ഇത് കണ്ടാൽ എന്ത് പറഞ്ഞു കൊടുക്കും എന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ലക്ഷ്മിയോട് ഉന്നയിച്ചിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഒന്നും ഇവിടെ ആർക്കും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം, എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം എന്നൊക്കെയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ബോധമുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ തകർന്ന് തരിപ്പണമായി പോവും. അതേപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു ഷോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറ എന്താണ് ചെയ്യേണ്ടത്. ശരിയാണ്, ഞാൻ പലപ്പോഴും ഈ പറയുന്ന ടീമുകളോട് ഈ മൊയന്തകളോട് ചോദിക്കാറുണ്ട്, അല്ല ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇവരുടെ കൺവെട്ടത്ത് കാണാതെ ഈ മൈനോറിറ്റി, സെക്ഷൽ മൈനോറിറ്റി, ജെൻഡർ മൈനോറിറ്റിയെ നമ്മൾ ഒളിപ്പിച്ച് നിർത്തണോ? ഇവറ്റകൾ വഴിയിൽ ഇറങ്ങുന്ന സമയത്ത് ഇവരെല്ലാം ഓടി ഒളിക്കണോ? എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? കുറേ പേട്ട കാക്കന്മാരിങ്ങനെ പറയായിരുന്നു, എന്തോ മരുന്നുണ്ട്, ചികിത്സയുണ്ട്. മരുന്നും ചികിത്സയൊന്നും ഇല്ല. സെക്ഷൽ ഓറിയൻറ്റേഷൻ മാറ്റാൻ പറ്റത്തില്ല. ജെൻഡർ എന്ന് പറയുന്ന ഒരു ചിന്ത, അതൊന്നും മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിന് മരുന്നും മന്ത്രവും സൈക്കോളജി ഒന്നുമില്ല. ചിലവന്മാർ പണ്ട് ആഫ്രിക്കയിലും കണ്ടൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും. അതൊക്കെ അങ്ങനെയുള്ള ചില സംഭവമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ക്രൂരതയാണ്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവരെന്ത് ഓപ്ഷനാണ് മുന്നോട്ട് വയ്ക്കുന്നത്? അപ്പോൾ അതിലൊന്നും ഇവർക്ക് കൃത്യമായിട്ടുള്ള ഓപ്ഷനൊന്നുമില്ല. ഇവർ പറയുന്നത് എന്തോ പകരും തോന്നും എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും തോന്നണ്ടേ? ഇവർക്ക് എന്തിനാണ് പേടി? ഇവർക്കെന്താണ് പേടി? ഇത് പകരുമോ? ഇവരുടെ കുട്ടികൾ അങ്ങനെ ആയിപ്പോവോ? നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയോ അല്ല ഈ കാര്യങ്ങൾ. ഇത് ഇത്ര ബോധമില്ലാത്ത ആത്മരതിക്കാരാണ് ഇത് വിചാരിക്കുന്നത്. നോറയ്ക്കൊക്കെ അപ്പോൾ കാര്യമായിട്ടുള്ള വിഷമം വന്നു. അതിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. നോറ ചെറിയ രീതിയിലൊന്ന് കരയുന്നുണ്ട്. ശരിക്കും അത് കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു വിഷമമൊക്കെ വന്നു. അപ്പോൾ അതേപോലെ ഈ അക്ബറിൻ്റെ വീട്ടിലെ കേസ് ലക്ഷ്മി അവിടെ എടുത്ത് പറയുന്നുണ്ട്. അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞു വീട്ടിൽ, അത് പൂർണ്ണമായിട്ട് പറയാൻ സമ്മതിച്ചില്ല. കേട്ടോ ലക്ഷ്മി കേട്ടോ എന്ന് ചോദിച്ചു. ലക്ഷ്മി കേട്ടില്ല. ആക്ച്വലി ഞാനും കേട്ടിട്ടൊന്നുമില്ല. ഇത് സോഷ്യൽ മീഡിയയിലൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നീട് ഒരു ടാസ്ക് കൊടുത്തല്ലോ, കഥ പറയുന്ന ടാസ്ക്. അതേപോലെ തന്നെയാണ് ഇടയ്ക്ക് ചില ആളുകൾ എന്തോ തിരികെ കയറ്റി അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഒന്നുമില്ല. ഇവരിങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്കൊരു വേഗ് ഐഡിയ കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടത് വെച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ ലക്ഷ്മി എടുത്തിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് അക്ബറിൻ്റെ തലയിലേക്ക് അടിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു. ഇവർക്ക് ഒരു മനസ്സാക്ഷിയില്ല കേട്ടോ. അപ്പോഴത്തേന് അവർ വേറൊരാളെ കൊണ്ട് അതിനകത്തേക്ക് പ്രശ്നക്കാരനാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ശരിക്കും അക്ബർ ആ ഒരു രീതിയിൽ ഇവരോട് പെരുമാറിയോ? ഇല്ല. കുറേയധികം ആളുകൾ പറഞ്ഞ് അക്ബർ അതിൽ പിന്നെ അകൽച്ച കാണിക്കുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നില്ല അന്നും. ലാലേട്ടൻ ആത്മാർത്ഥമായിട്ട് വിഷമത്തിൽ നിന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്, സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു, നിങ്ങളോടൊക്കെ സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു. ശരിക്കും അതെ, ഇവരോടൊക്കെ സംസാരിക്കാൻ നമുക്ക് ലജ്ജ തോന്നണം. ഇവരൊക്കെ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് വിഷമം തോന്നണം. ശരിക്കും അവിടെ ആരോ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഒനിലാണെന്ന് തോന്നുന്നു, അക്ബറാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ലക്ഷ്മി ആ ഒരു വീട്ടിൽ നിന്ന് മാറി നിന്നാൽ തന്നെ പിള്ളേർക്ക് കുറച്ച് ബോധമൊക്കെ വയ്ക്കും. ഇങ്ങനെയുള്ള പേരൻസിൻ്റെ മക്കളായിട്ട് വളരുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ കഷ്ടപ്പിടിച്ചൊരു പരിപാടിയാണ്. കാരണം ഇവരത്ര റിജിഡ് ബിലീഫുള്ള ആളുകളാണ്. ഇവരിങ്ങനെ പേടിയോടെയാണ് എല്ലാത്തിനെയും കാണുന്നത്. ഇവർക്കൊരു ആൺമകനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ആണുങ്ങളെ നോക്കിക്കാണുന്ന ഒരു രീതിയിലേക്ക് ഇവൻ പോവാതിരിക്കാൻ വേണ്ടി ഇവനെ ഇങ്ങനെ ചങ്ങലക്കിട്ട് വളർത്തുന്ന ടൈപ്പ് ടീമുകളായിരിക്കും. കാരണം ഇവർ ചിന്തിക്കുന്നത് പോലെയേ അവർ ചിന്തിക്കാവുള്ളൂ, ഇവർ കാണുന്നതേ അവർ കാണാവുള്ളൂ എന്നുള്ള പിടിവാശിയൊക്കെ അല്ലേ. വെറുതെ അവിടെ ഒന്നും മനസ്സിലാവാത്ത പോലെ എന്നുള്ള രീതിയിൽ ഇരുന്ന് അനുമോൾക്കിട്ട് അതിലൊരു ചെറിയ പണി കൊടുക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ച സമയത്ത് അനു ഒന്നും മിണ്ടിയില്ല. അനു മിണ്ടാതിരുന്നതിൻ്റെ റീസൺ അക്ബർ പറഞ്ഞതുപോലെ തന്നെ ആവാനായിട്ടാണ് സാധ്യത. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഞങ്ങളുടെ വീട്ടിലെ കുട്ടി ഇമേജൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ കുട്ടി മൊയന്ത് കുട്ടി ഞങ്ങളുടെ ഹീറോയിൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ ചിലപ്പോൾ ഒരു മോശപ്പെട്ടവളായി മാറാൻ സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കാം
ഇപ്പം ഞാൻ പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഈ ചില ആളുകളൊന്നും കമ്മ്യൂണിറ്റിയെക്കുറിച്ചിട്ട് LGBT കമ്മ്യൂണിറ്റിയെക്കുറിച്ചിട്ടുള്ള അവരുടെ നിലപാടൊന്നും പറയില്ല. പക്ഷേ അനുമോൾ ഒരിക്കലും ഈ ആളുകളോട് സൗഹൃദം വെക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവരെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യുന്നതോ ഒന്നും കണ്ടിട്ടില്ല. കാരണം എന്താണ്? കാരണം നമ്മളും നോർമൽ മനുഷ്യന്മാരാണ്. നമ്മളെപ്പോഴും ഈ ലക്ഷ്മിയെ പോലെയും അല്ലെങ്കിൽ അഭിഷേകിനെ പോലെയും ചിന്തിക്കുന്ന ആളുകളല്ല. നമുക്ക് ഇവർ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഇവർ ഹോമോസെക്ഷലാണോ അല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും ആണോ, ഏത് കമ്മ്യൂണിറ്റിയാണ് ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ മനുഷ്യന്മാരുടെ ഒരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവർക്ക് മറ്റേ മൂത്ത തലയ്ക്ക് പിടിച്ച സാധനം ആയതുകൊണ്ടാണ് എപ്പോഴും ഇവരുടെ ആ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അകലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വല്ലവൻ്റെയും പേഴ്സണൽ കാര്യമാണ് ഈ ചിന്തിച്ച് ഈ ഫ്രസ്ട്രേറ്റഡ് ആവുന്നൊന്ന് ആലോചിച്ച് നോക്കണേ. ലക്ഷ്മി എന്നാലും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇറങ്ങിപ്പോണം, പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നിൽക്കുന്നത്, എല്ലാ ആൾക്കാരും ഉണ്ട്, നിങ്ങൾക്ക് പറ്റത്തില്ല ഇറങ്ങിപ്പോണം എന്ന് ലാലേട്ടൻ പറഞ്ഞില്ലേ. പിന്നെ നാണം കെട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നീട് ഒരു കഥ പറച്ചിൽ ടാസ്ക് ഉണ്ടായിരുന്നു. ഒരു കഥ പല ആളുകളോട് പറയുന്ന സമയത്ത് എങ്ങനെ രൂപമാറ്റം വരുന്നു എന്നുള്ളതായിരുന്നു ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ടാസ്ക് നടത്തിയത്. ചന്ദ്രവല്ലിയുടെ പൂക്കടയിലേക്ക് ഇടിച്ചു കയറിയ ജെൻസി ഉണ്ണിമോൻ, അതേപോലെ തന്നെ ഏതോ തൃക്കാവടിക്ക് പ്രണയമുണ്ടായ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഞാനത് പൂർണ്ണമായിട്ട് എഴുതി വെച്ചില്ല, കാരണം അമ്മാതിരി വലിയ കഥയാണല്ലോ. അപ്പോൾ അതിനകത്ത് ഡുണ്ടുബി കൊക്കയിൽ വീണ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ തന്നെ പറയുമ്പോൾ അതിനകത്ത് കുറച്ചേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടാസ്ക്കായിട്ട് പറയുമ്പോൾ എത്രത്തോളം വന്നിട്ടുണ്ടാവും? ഒന്നുമില്ല, കഥ മാറിപ്പോയി, വേറെ കഥയൊക്കെ ആയി. അവസാനം ഒരു കുട്ടി വരെ ഉണ്ടായി. ഈ കഥയിൽ ഒരു കുട്ടിക്ക് റെഫറൻസ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മരിക്കാത്ത ആളെ മരിപ്പിച്ചു. അങ്ങനെ എല്ലാ ആൾക്കാരും ഓരോന്നും ഇങ്ങനെ പറയുകയാണ്. ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, ഞാനത് അങ്ങനെ കാര്യമായിട്ട് നോട്ട് ചെയ്തിട്ടൊന്നുമില്ല. അതിൽ നൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഥ അപ്പാടെ മറന്നു വേറെ എന്തോ സംഭവം പറഞ്ഞ് മൊത്തത്തിൽ കുളവാക്കിയ ഒരാളാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു അക്ബർ കുറച്ചും കൂടെ ലോജിക്ക് ഉപയോഗിച്ചിട്ട് കേട്ട കഥ ഒന്ന് വൃത്തിയാക്കി എടുത്തു. അക്ബർ അനുവിൻ്റെ അടുത്തു നിന്നാണ് കേട്ടത്. അനുവിന് പിന്നെ പകുതി മനസ്സിലായിട്ടില്ല. പക്ഷേ അനു പറഞ്ഞ കഥയെ കുറച്ചും കൂടെ അക്ബർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നൂർ അത് കംപ്ലീറ്റ്ലി കുളവാക്കിയിട്ടുണ്ട്. റെന കുറച്ചും കൂടെ നൂറേക്കാട്ടിലും ബെറ്ററാണ്, കേട്ടതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഒരു മലയും ഡെഡ് ബോഡിയും കൂടെ ആഡ് ചെയ്തു. ഒന്നിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട്, ഞാൻ ബെറ്റർ എന്ന് പറയുന്നത് കേട്ടത് വലിയ കുഴപ്പമില്ലാതെ പഴയ കഥയുമായിട്ട്, ആദ്യം കേട്ട കഥയുമായിട്ട് മാച്ച് ചെയ്ത കാര്യമാണ്. അനീഷ് പിന്നെ അവിടെ ഒരു മരണമൊക്കെ ഉണ്ടാക്കി. ഷാനവാസ് മറ്റേ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. നെവിൻ അവിടെ കൈ നിട്ടു, ഒരു ആൺകുട്ടി ജനിച്ചു എന്നുള്ളത് കൈ നിട്ടു. ജിസേലിന് പിന്നെ കഥ അറിയത്തില്ല, ആട്ടോ അറിയത്തില്ല, ഒരു കിളിയും ഇല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു കാഴ്ചവെച്ചത്. ആര്യനാണെങ്കിൽ കാട്ടിപ്പോയി കുട്ടി ചത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം അടിച്ചിറക്കി. ആദില ടു മസ്താനി, അപ്പോൾ മസ്താനിയോട് സോറി ടു സേ യു ആർ എവിക്റ്റഡ് എന്ന് പറഞ്ഞ് മസ്താനിയുടെ കിളി പോയി. മസ്താനി പോകാൻ വേണ്ടി തിരിഞ്ഞ സമയത്ത് ഈ പ്രാങ്ക് എന്ന് പറയുന്ന രീതിയിൽ കഥ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സംഭവം മുന്നോട്ടേക്ക് പോവുകയാണ്. ത്രയംബകൻ കേട്ടോ, ത്രയംബകൻ എന്നുള്ളതാണ് പേര്. ഏതായാലും ഈ ഒരു ടാസ്ക് അനു തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിങ്ങനെ ഒരു ടാസ്ക്കാണ്, നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ മാറി പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കി അനുവിനിട്ട് തന്നെ കിട്ടി. ശരിക്കും പല കാര്യങ്ങളും ഇങ്ങനെയാണ്. ബിഗ് ബോസിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും റിവ്യൂവേഴ്സും അതേപോലെ തന്നെ ലൈവ് റിവ്യൂ ഇടുന്ന ആളുകളൊക്കെ വേറെ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഈ സ്റ്റോറീസ് ഉണ്ടാക്കുന്നത്. അത് കണ്ടസ്റ്റൻസും കൃത്യമായി മനസ്സിലാക്കി. പിന്നെ അനുവിനോട്ട് അടുത്തത് കിട്ടിയത് എന്താണ്? വാങ്ങുന്ന പൈസയ്ക്ക് കണ്ടന്റ് കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി. അതും ഇത്തിരി അപമാനമായി പോയി, അനുമോൾക്ക് ഇത്തിരി ക്ഷീണമായിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ ഹൗസിൽ നിന്നൊക്കെ അടിക്കുന്ന സമയത്ത് അത് ഷോയ്ക്ക് തന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിനെ ബാധിക്കും. ഇത് മറ്റേ എന്തുവാണ് ഫ്ലവേഴ്സിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്തോ ആ ഒരു പരിപാടിയല്ല ഇത്. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ ഈ ഒരു പരിപാടിയെ അനുമോൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ അനുമോൾക്കൊരു ക്വാളിറ്റി കണ്ടസ്റ്റൻ്റ് ആവാൻ പറ്റത്തില്ല. ചിലപ്പോൾ ജിൻഡോ ആവാനായിട്ടുള്ള സാധ്യത ആയിപ്പോവും. അങ്ങനെ ജിൻഡോയെ പോലുള്ള ഒരു വിജയമായി കഴിഞ്ഞാൽ അത് നാണം കെട്ടൊരു വിജയമായി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ആരാണ് മിത്രം, ആരാണ് സൗഹൃദത്തിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത്. അപ്പോൾ അതിൽ അനീഷ്, ഷാനവാസ് അവരുടെ കാര്യത്തിലൊക്കെ തുടങ്ങിയ ചോദ്യങ്ങളാണ്. ആരോടാണ് ഫ്രണ്ട്ഷിപ്പ്? ഇപ്പോൾ ജിസേലും ആര്യനും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അനീഷ് എല്ലാ ആൾക്കാരോടും വളരെ സംശയത്തോടെ പെരുമാറുന്ന ഒരാളാണ്. എത്രയൊക്കെ പൊക്കടിച്ചെന്ന് പറഞ്ഞാലും ഒരു കൗതുകത്തിന് ഒരു ഹൗസിൽ ഒന്നിച്ച് നിൽക്കേണ്ടതുകൊണ്ട് അനീഷ് നല്ലവനാണ്, അനീഷ് സൂപ്പറാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ആരും അടുപ്പിക്കത്തില്ല. വലിയ ശല്യക്കാരാണ് ഇവർക്ക് ഇവർ എന്ന് പറയുന്ന ഒരു ആത്മരതിയാണ് കൂടുതലായിട്ടുള്ളത്. അവർക്കെല്ലാവരും സംശയം, അവരപ്പോൾ ഭയങ്കരമായിട്ടുള്ള എന്തോ അത്യുന്നതിയിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്നുള്ളൊരു വിചാരം. അങ്ങനെയൊന്നുമല്ല. സൗഹൃദങ്ങളുള്ള അല്ലെങ്കിൽ സൗഹൃദങ്ങളെ വളരെ ഓപ്പണായിട്ട് റിസീവ് ചെയ്യുന്ന ആളുകളൊക്കെയാണ് ശരിക്കും നല്ല മനുഷ്യന്മാർ. സൗഹൃദങ്ങൾ കൊണ്ട് ആളുകൾ പറ്റിക്കപ്പെടാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചില ആളുകൾ പറയും.
പക്ഷേ സൗഹൃദങ്ങൾ കൊണ്ട് ഒരാൾ പറ്റിക്കപ്പെട്ടാലും സൗഹൃദങ്ങൾ കൊണ്ട് ആ ഒരു പറ്റീരിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. മറ്റൊരു സുഹൃത്ത് വന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അപ്പോൾ സൗഹൃദങ്ങളൊക്കെ വേണ്ടതാണ്. അനീഷിൻ്റെ പരിപാടിയൊന്നും എനിക്ക് ഈ സൗഹൃദങ്ങളുടെ കാര്യത്തിലും അനീഷിൻ്റെ ആ ഒരു സ്ഥാനത്തിലൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമില്ല. കാര്യം അനീഷ് നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറയാം. ഹൗസിൽ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല മനുഷ്യനാണെന്ന് പറയാം. വേറെ നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നുണ്ടെങ്കിൽ അനീഷിനെ ആരും മൈൻഡ് ചെയ്യത്തില്ല. കാരണം ബോറിംഗ് ഗെയിമാണ് പല സാഹചര്യങ്ങളിലും. ഏതായാലും അനീഷിനെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചിരിയൊക്കെ വന്നു. കാരണം അനീഷാണല്ലോ. വേറെ അവർക്ക് ആർക്കും അങ്ങനെ അനീഷിനോട് ഗ്രഡ്ജൊന്നുമില്ല. പിന്നെ ഒനിലിൻ്റെ കാര്യം നാളെ സംസാരിക്കാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ എവിക്ഷനിലേക്ക് നിൽക്കുന്നത് 13 ആളുകളാണ്. അക്ബർ അങ്ങനെ സേവ് ആവുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് നെവിൻ്റെ മെഴുകലുണ്ട്. നെവിൻ്റെ മെഴുകൽ എനിക്ക് പറ്റണില്ല. നെവിൻ എന്ത് ആർട്ടിഫിഷ്യലാണ്. ചില സമയത്ത് ഭയങ്കരമായിട്ട് ആരെയൊക്കെ കോപ്പി അടിക്കുന്ന പോലെ നമുക്ക് തോന്നും. ബിന്നിക്ക് 13-ൽ വിശ്വാസമുണ്ട്. ലക്കി നമ്പറാണ്, അതുകൊണ്ട് ബിന്നി സേവ് ആണെന്ന് പറയുന്നു. അനുമോൾക്ക് എല്ലാ നമ്പരും ഇഷ്ടമാണ് എന്നുള്ളതാണ് അനുമോൾ പറയുന്നത്. അനുമോൾക്ക് എല്ലാ നമ്പരും ഇഷ്ടമാണെന്നും അനുമോൾക്ക് ഒത്തിരി നമ്പറുകൾ കയ്യിലുണ്ട് എന്നുള്ളതും ദിനം പ്രതി പ്രേക്ഷകർ കാണുന്നതാണ്. അനുമോളുടെ എത്ര നമ്പർ ഇനി കാണാൻ കിടക്കുന്നു. പ്ലാച്ചിയെ മാറ്റിപ്പിടി, വേറെ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് പൊട്ടിക്ക്, ഇറക്ക്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇന്ന് ഞാൻ സാധാരണ വീക്കെൻഡ് എപ്പിസോഡുകൾ റിവ്യൂ ചെയ്യുന്നത് പോലെ അല്ല ചെയ്തത് എന്ന് തോന്നുന്നു. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ലാലേട്ടൻ അടുത്തെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്ത് പറയാനാണ്? ലാലേട്ടൻ പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വരുമോ? നമ്മൾ ഇനിയിപ്പോൾ എന്ത് പ്രകടിപ്പിക്കാനാണ്? അവർക്കൊക്കെ കിട്ടിയത് നല്ല രീതിയിൽ കിട്ടി. നമ്മളൊക്കെ ആ ഒരു പൊസിഷനിലായിരുന്നെങ്കിൽ എങ്ങനെ അതിനെ റിസീവ് ചെയ്താനേ? ഭൂമി പിളർന്ന് താഴേക്ക് പോയിട്ട് പിന്നീടൊരു 3 ജന്മം കഴിഞ്ഞ് ജനിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ വിചാരിച്ചേനെ. കാരണം അമ്മാതിരി അവസ്ഥയല്ലേ. നമ്മളൊക്കെ മോഡലായിട്ട് നമ്മുടെ നാടിൻ്റെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഈ ലാലേട്ടനെയൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരെ പോലെ അല്ല നമ്മൾ. അവരൊക്കെ നമ്മളെ സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു അപമാനമായിരിക്കും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.